വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് നാളായി കുറച്ച് മാസങ്ങളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബർ ആയിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഞാൻ ആദ്യം ഒരു ഫാമിലി വ്ലോഗായിട്ടായിരുന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഹൈവേ സ്പോട്ടിംഗ് ആയിട്ട് അത് ചേഞ്ച് ചെയ്തായിരുന്നു. അത്യാവശ്യം കുറച്ച് റീച്ചൊക്കെ, ഒരു ഡെഡായി കിടക്കുന്ന ഒരു ചാനലിൽ നിന്ന് കുറച്ച് റീച്ചൊക്കെ ഒരു ആക്റ്റീവ് സ്റ്റേറ്റിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഈ ചാനൽ. പിന്നീട് ഹൈവേ സ്പോട്ടിങ് എനിക്ക് ആ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോയി, എന്തുവാ ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ. അതിൻ്റെ മെയിൻ റീസൺ തന്നെ ഞാൻ ആലോചിച്ചത്, ഒരു ചാനൽ കാണുമ്പം ആ കണ്ടന്റിനെ എനിക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാനായിരുന്നു എനിക്ക് തോന്നിയത്. എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്തുവാ ചെയ്യേണ്ടതെന്ന്. സോ ഒരു ചാനലിൽ കാണുമ്പോൾ ആ ചാനലിനെ റിപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. പിന്നെ മറ്റൊരു ഹൈവേ സ്പോട്ടിംഗ് ചാനൽ കാണുമ്പോൾ ഹൈവേ സ്പോട്ടിംഗ് ചാനലിനെ റിപ്ലിക്കേറ്റ് ചെയ്യാനായിരുന്നു ഞാൻ ആദ്യം ശ്രമിച്ചത്. പക്ഷേ അത് ടോട്ടലി തെറ്റായിരുന്നു. നമുക്ക് എന്ത് വരുന്നോ, നമുക്ക് എന്ത് തോന്നുന്നോ അതാ നമ്മൾ പറയേണ്ടത്. അത് ചിലപ്പോൾ ഇൻഫർമേറ്റീവ് കണ്ടൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഇൻഫർമേറ്റീവ് കണ്ടൻ്റ് അല്ലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഫാമിലി വ്ലോഗായിരിക്കാം. എന്തും ആയിക്കോട്ടെ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇത്രയും ഫെയിലിയേഴ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതിന് മെയിൻ പർപ്പസ് മോണിറ്റൈസേഷൻ ചെയ്യണം, എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ എൻ്റെ കണ്ടൻസിനെ പിക്ക് ചെയ്ത് എടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് തെറ്റാണ്. അത് ഞാൻ അത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. ഒരിക്കലും നമ്മളങ്ങനെ അത് മോണിറ്റൈസേഷൻ്റെ പുറകെ പോകരുതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പോയതൊക്കെ പോയിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് വീണ്ടും ഒരു ജേർണിയിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ഞാൻ വീണ്ടും യൂട്യൂബായിട്ട് മുമ്പോട്ട് പോകുന്നു. ആദ്യം തന്നെ എന്നെ ഒരു സെൽഫ് ഇൻട്രോ ചെയ്ത് വേണം ഈ വീഡിയോ തുടങ്ങാനെന്നും എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ തന്നെ സെൽഫ് ഇൻട്രോ ആയിട്ട് ഞാൻ പറയാം. എൻ്റെ പേര് സുമി, ഞാൻ MCA ഗ്രാജുവേറ്റാണ്. ഞാൻ MCA കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റൽ ഏജൻസിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു. അത് പത്തനംതിട്ടയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. പിന്നീട് ഞാൻ കൊച്ചിയിലോട്ട് ഷിഫ്റ്റായിട്ട് ഞാനൊരു ഡിജിറ്റൽ ഏജൻസിയിൽ വീണ്ടും ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. ഡിജിറ്റൽ ഏജൻസിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനിപ്പം കൊച്ചി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു കണ്ടൻറ് ക്യൂറേറ്ററായിട്ടാണ് ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം കുറച്ച് പേർക്കെങ്കിലും അറിയാം, കൊച്ചിയിൽ ഒരു ഒത്തിരി ഫേമസ് പേജ് ഞാൻ പറയുന്നില്ല, എന്നാലും അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളതും കുറച്ച് കൊച്ചി മെമ്പേഴ്സിന് അറിയാവുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തന്നെ. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് തന്നെ എനിക്ക് പറയാൻ തന്നെ വലിയ സന്തോഷമാണ്. അതായിരുന്നു എൻ്റെ ഒരു സെൽഫ് ഇൻട്രോ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഞാൻ ഈ ചാനലിലൂടെ എന്തൊക്കെയായിരിക്കും കണ്ടൻസ് ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ കൊച്ചിയിലോട്ട് ഷിഫ്റ്റായിട്ട് തന്നെ ഒരു 5 years ആയല്ലോ. ഈ 5 years ആയപ്പോൾ എന്തൊക്കെയായിരുന്നു ഞാൻ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തതെന്നും, പിന്നെ ഞാൻ എത്ര റെൻ്റിലാണ് ഞാനിപ്പം ജീവിക്കുന്നതെന്നും, റെൻറ്റഡ് ഹൗസ് എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യാം, പിന്നെ സ്കൂൾസ് എങ്ങനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അഡ്മിഷൻ ഫോം നമുക്ക് കിട്ടുന്ന, ഏത് മന്തിലാണ് അഡ്മിഷൻ എടുക്കേണ്ട കുഞ്ഞുങ്ങൾക്ക്, പഠിച്ച ഒരു പാഠങ്ങൾ തന്നെ ആയിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചിലപ്പം അത് സക്സസ് ആയതുമുണ്ട്, സക്സസ് ആവാതെ പോയതുമുണ്ട്. അപ്പോൾ ട്രയൽ ആൻഡ് എററായിട്ട് തന്നെ ആയിരിക്കും ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് മാത്രമേ ഞാൻ ഈ ചാനലിലോട് പറയത്തുള്ളൂ. അപ്പം അതിൽ ചിലപ്പോൾ സക്സസ് ആയിരിക്കും, ചിലപ്പം സക്സസ്ഫുൾ അല്ലായിരിക്കത്തില്ല. പിന്നെ അത് നിങ്ങൾക്ക് ഒരാളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് സക്സസ് ആവും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നെങ്കിലും അങ്ങനത്തെ കണ്ടൻസാണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് മെയിൻലി ഇതിൻ്റെ മെയിൻ എയിം തന്നെ 100 days ചാലഞ്ചായിട്ടായിരുന്നു ഞാനിപ്പോൾ വന്നത്. 100 days എന്ന് വെച്ചാൽ 100 days ഫോക്കസ്ഡ് ആയിട്ട് എനിക്ക് കണ്ടൻറ് ഇടണം, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ചിലപ്പം ഏതെങ്കിലും സ്പോട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കൊച്ചി ഇൻ ആൻഡ് അറൗണ്ട് കൊച്ചി ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുന്നതായിരിക്കാം. എന്ത് കണ്ടൻസും എൻ്റെ മനസ്സിൽ ഇപ്പം 100 days എനിക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്നെ തന്നെ ബോധ്യപ്പെടുത്തി, എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ ഇപ്പം തുടങ്ങിയേക്കുന്നത്.
എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ തുടങ്ങും പക്ഷേ ഡ്രോപ്പ് ചെയ്യും, തുടങ്ങും ഡ്രോപ്പ് ചെയ്യും. പല ചാലഞ്ചസ് വരും. ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസ് ആയിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞിനെ പഠിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വർക്കായിരിക്കും, അല്ലെങ്കിൽ ഫ്രീലാൻസിങ് വർക്ക് എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ സഹായിക്കുന്നതായിരിക്കും. അങ്ങനെ പല രീതിയിൽ എനിക്ക് മൈൻഡ് ഡീവിയേറ്റ് ചെയ്ത് ഡോക്യുമെൻ്റായിട്ട് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ. അത് മേ ബി മോണിറ്റൈസേഷൻ ആവുമായിരിക്കും, ഞാൻ അത് സെക്കൻഡറി ആയിട്ടാണ് വിചാരിക്കുന്നത്. പ്രൈമറി തിങ് എനിക്ക് ഫോക്കസ് ചെയ്യണം, എനിക്ക് 100 ഡേയ്സ് ചാലഞ്ച് വിജയിക്കണം. ആ 100 ഡേയ്സ് ചാലഞ്ചിൽ എനിക്ക് എൻ്റെ ലൈഫിൽ പഠിച്ച പാഠങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക. നിങ്ങൾക്കത് ടിപ്സായിട്ട് എടുക്കുമെങ്കിൽ എടുക്കാം, ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. എൻ്റെ അറിവിലോ അല്ലെങ്കിൽ അറിവില്ലായ്മയും കൊണ്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ കണ്ടൻസ് ആയിരിക്കും എൻ്റെ ചാനലിലൂടെ വരാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ 100 ഡേയ്സ് സക്സസ് ആവോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. പൊതുവേ ഞാൻ ഒരു മടിച്ചിയും ഒരു ഇൻട്രോവേർട്ടാ, ഒരു മടിച്ചിയാ. എനിക്ക് ഇത്രയൊന്നും സംസാരിക്കാൻ പറ്റുമെന്നേ അറിയത്തില്ലായിരുന്നു. ഞാൻ ഇത്രത്തോളം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നതിന് വലിയ കാര്യമാണ്. എനിക്ക് ഇൻട്രോവേർട്ടിൽ നിന്ന് ഒരു എക്സ്ട്രോവേർട്ട് ആവണം കൂടെ ഉണ്ട്. അത് പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം തന്നെ ഒരു ക്ലോസ്ഡ് സർഫേസിൽ ഞാനും ക്യാമറ, ലൈറ്റ്സും ഈ പോട്ടും ഈ ഫാനും മാത്രമേ ഉള്ളൂ. കുറേ ടേക്കുകൾ കഴിഞ്ഞിട്ടാണ് ഇത് തന്നെ ഞാൻ എടുക്കുന്നത്. ഇതിൽ തന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ഞാൻ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ലൈഫ് യൂട്യൂബിൽ തുടങ്ങുന്ന എല്ലാവർക്കും എല്ലാവരും ഫേസ് ചെയ്യുന്നതായിരിക്കും. ഇതിനു മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഡ്രോയിങ് ആയിരുന്നു. അതെനിക്ക് ഫേസ് കാണിച്ചിട്ട് പറയേണ്ടി വന്നിട്ടില്ലായിരുന്നു. അത് നമ്മൾ ഡ്രോ ചെയ്യുന്ന പോലെ നമ്മൾ സാധാരണ ഡ്രോയിങ് അത് മാത്രമേ ഉള്ളായിരുന്നു. അത് ഞാൻ 1 മന്തേ ഞാൻ ചെയ്തോളൂ. അത് അത്യാവശ്യം നല്ല റീച്ചും ഉണ്ടായിരുന്നു, നല്ല ഫോളോവേഴ്സ് 1 മന്തിൽ തന്നെ എനിക്ക് കിട്ടിയായിരുന്നു. 1 മന്തിൽ 1 ഡേയിൽ ഞാൻ 4ഉം 5ഉം ഷോർട്സ് ആയിരുന്നു ഞാനപ്പോൾ ഫോക്കസ് ചെയ്തത്. ഇത് ഞാൻ ലോങ് വീഡിയോസായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത്, അത് ഷോർട്സ് ആയിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത്. അപ്പോൾ 1 മന്തിൽ തന്നെ അത്യാവശ്യം നല്ല റീച്ചും നല്ല ഇതൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇൻട്രസ്റ്റ് അങ്ങ് ഡ്രോപ്പായി പോയി. അതെനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഞാൻ ഒന്ന് അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കും, അതങ്ങ് സ്റ്റക്കായിപ്പോവും. പണ്ട് സ്റ്റഡീസൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. 21 ദിവസം നമ്മളൊരു കാര്യം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഹാബിച്വലായിട്ടത് മാറും. സത്യത്തിൽ എൻ്റെ കാര്യത്തിൽ 21 30 ദിവസം അത് കറക്റ്റായിട്ട് കൊണ്ടുപോകും. പക്ഷേ 34 ദിവസം തൊട്ട് എനിക്ക് ആ ഇൻട്രസ്റ്റ് അങ്ങ് ടോട്ടലി ടോട്ടലി എനിക്ക് അങ്ങനെ ആവുന്നതാണ്. അപ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തോന്നും, വേറെ എന്തെങ്കിലുമൊക്കെ മൂവ് ചെയ്യാൻ തോന്നും. പക്ഷേ ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റോടെ ചെയ്യുമ്പോഴേ ആ കാര്യത്തിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ആവത്തുള്ളൂ. ആ കാര്യത്തിൽ നമുക്ക് അവർക്കേ ഉള്ളൂ സക്സസ്ഫുള്ളും ആവത്തുള്ളൂ. ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഈ ചാനലെങ്കിലും 100 ദിവസം ഞാൻ ഒരു ചാലഞ്ചായിട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ മടിയിൽ നിന്ന് ഓവർകം ചെയ്യാനാണ്. പക്ഷേ ഇത് ലൈഫ് ലോങ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. സോ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഞാൻ ആരെയും ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ പറയുന്നില്ല. പിന്നെ ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് എന്തൊക്കെ ജോബ്സാണ് ഉള്ളതെന്നും ഇൻഫോ പാർക്കിൽ എങ്ങനെ ജോബ് നേടാമെന്നും എല്ലാ കണ്ടൻസും ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ കണ്ടൻസും എനിക്കറിയാവുന്ന കണ്ടൻസ് എല്ലാം ഞാൻ ഷെയർ ചെയ്യും. ഞാൻ ഒരു പ്രിപ്പേർഡായിട്ട് വെച്ചിട്ട് ഞാൻ പ്രിപ്പേർഡായിട്ട് ഞാൻ പോയിൻ്റായിട്ട് വെച്ച് അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ല. സോ എനിക്ക് കണ്ടൻറ് എന്തൊക്കെ വരുമെന്ന് എനിക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ വരുമെന്ന് എനിക്ക് ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല. ഞാനൊരു എക്സ്പെർട്ടൈസ് അല്ല യൂട്യൂബിൽ, അത് പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ പറയുക. ഞാൻ ഇത്രയും സംസാരിക്കുന്നത് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ടാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് തോന്നുന്നത്. സംസാരിക്കും. ഇൻട്രോവേർട്സിന് പൊതുവേ ഒരിതുണ്ട്, നമ്മുടെ സർക്കിളിലുള്ളവരോട് മാത്രമേ നമ്മൾ സംസാരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആരും ഇല്ലാത്തപ്പോൾ സംസാരിക്കും. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ക്ലോസ്ഡ് സർഫേസിൽ സംസാരിക്കുന്ന പോലെ. എക്സ്ട്രീം എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എക്സ്ട്രീം എക്സ്ട്രോവേർട്ടാണ്. ഞാൻ ഓപ്പോസിറ്റാണ്, ഞാൻ ഇൻട്രോവേർട്ടാണ്. പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് പുള്ളിക്കാരനെ പോലെ സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും എക്സ്ട്രോവേർട്ടാണ്, ഞാൻ മാത്രമേ ഇൻട്രോവേർട്ടായിട്ടുള്ളൂ. സോ എനിക്കും ഒന്ന് മാറിയാൽ കൊള്ളാമെന്നുണ്ട്. അതും കൂടെ ഓവർകം ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ചെയ്യണം. ഇത് കാണുന്നവർ ചിലപ്പം വിചാരിക്കും ഞാൻ തള്ളുമായിരിക്കും, പക്ഷെ ഒരിക്കലും അല്ല. എന്നെ അറിയാവുന്നവർക്ക് അറിയാം
ഞാനൊരു ഒരു ഒരു കോമൺ സർക്കിളിൽ മാത്രമേ എനിക്കങ്ങനെ ഒരു അൺനോൺ പേഴ്സണോട് പെട്ടെന്ന് കയറി മിണ്ടാൻ അറിയത്തില്ല. ഇപ്പം തേർഡ് പേഴ്സണോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ ഞാൻ ചോദിക്കും. പക്ഷെ അത് ഒരു എന്താ പറയാനാ, എനിക്ക് എൻ്റെ ഹസ്ബൻഡൊക്കെ ലിഫ്റ്റിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഹായ് എന്ന് പറഞ്ഞിട്ട് കുറേ വർഷങ്ങളായിട്ട് സംസാരിക്കും. പക്ഷെ എനിക്ക് പലപ്പോഴും ഞാൻ അവരെ കണ്ട് അഡ്മയർ ചെയ്യുന്നതല്ലാതെ എനിക്കത് പറ്റിയിട്ടേ ഇല്ല. എനിക്ക് സീരിയസ്ലി പറ്റിയിട്ടില്ല. ഞാൻ മാത്രമാണോ, എന്നെപ്പോലെ ഒത്തിരി പേരുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതെല്ലാം ഓവർകം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം. അപ്പോൾ എൻ്റെ ഗോൾ എന്തൊക്കെയായിരുന്നു? 100 ഡേയ്സ് ചാലഞ്ച് ആയിരിക്കണം. 100 ഡേയ്സ് മാത്രമല്ല, ലൈഫ് ലോങ് കൊണ്ടുപോകണം. അതുകൂടാതെ ഇൻട്രോവേർട്ടാണ് ഞാൻ, അതൊരു എക്സ്ട്രോവേർട്ടായിട്ട് ആക്കണം. അതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. ഏതൊക്കെ നടക്കാം, ഏതൊക്കെ നടക്കും, ഏതൊക്കെ സക്സസ്ഫുൾ ആവും, ഏതൊക്കെ അൺസക്സസ്ഫുൾ ആവും, ഇതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്നാലും യൂസ്ഫുൾ കണ്ടൻ്റായിട്ട് തന്നെ ഷെയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഏത് വകയിലും ആയിരിക്കും. ചിലപ്പം കൊച്ചിയെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ലൈഫിനെ കുറിച്ചായിരിക്കും. എല്ലാ വകയിലും ഞാൻ ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ കണ്ടൻറ്റ് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം.